ഈശോയ്ക്ക് അറിയാം, ഈശോയുടെ ഭൗതിക ശരീരത്തിന്റെ ഭാഗമായി നമ്മൾ തീരണമെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിക്കണം. പൈശാചിക ശക്തികൾ നമുക്ക് വിമോചനം ലഭിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈശോ തൻ്റെ ശരീരം തരികയും രക്തം തരികയും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, എത്ര വലിയ ഭാഗ്യമാണിത്. പക്ഷെ ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇത് തിരിച്ചറിയാതിരിക്കുമ്പോൾ നമുക്ക് തിന്മയിൽ നിന്നുള്ള സംരക്ഷണവും കൂടിയാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടാനുള്ള മറ്റൊരു മാർഗമാണ് എല്ലാ ദിവസവും ഉള്ളൊരു പ്രാർത്ഥന. ഈശോ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന തന്നെ കർത്താവ് പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയാണ്. ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന തിന്മകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്നൊരു പ്രാർത്ഥനയും കൂടിയാണ്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവെ തന്നെ നമ്മൾ ചൊല്ലി നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലൂടെ തിന്മയുടെ ശക്തികളിൽ നിന്ന് വിമോചനം ലഭിക്കുവാൻ, തിന്മയിൽ നിന്ന് വിമോചനം ലഭിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം. വചനം വായിക്കണം. വചനം തിന്മയെ ചെറുക്കാൻ നമ്മളെ സഹായിക്കും. ഈശോ തന്നെ മരുഭൂമിയിലെ പരീക്ഷയെ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? വചനം പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ഓരോ പരീക്ഷകളെ 3 പരീക്ഷകളെ അതിജീവിച്ചത്. തിന്മയുടെ ശക്തിയിൽ നിന്ന് വലിയ വിമോചനം നമുക്ക് ലഭിക്കും. വചനത്തിന്റെ ശക്തി ആഴമേറിയ ശക്തിയാണ്. ഈശോയ്ക്ക് പോലും പ്രലോഭനം ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശോ പോലും പിശാചിനാൽ പരീക്ഷിക്കപ്പെടുകയാണ്. അവിടെ കർത്താവ് വചനത്തിലൂടെ പൈശാചിക ശക്തികൾക്കെതിരെ നിന്ന് ഇതുപോലെ തിരുവചനം ഉപയോഗിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബങ്ങളിൽ തിന്മയുടെ ശക്തികൾക്കെതിരെ നിൽക്കാൻ അവർക്കിത് സഹായകരമായി തീരും. നിങ്ങൾ എല്ലാ ദിവസവും ദൈവവചനം വായിക്കണം. ദൈവവചനത്തോട് ചേർന്ന് നിൽക്കണം. വചനം പഠിക്കണം. വചനം പഠിച്ച് വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. തിന്മയുടെ ഒരു പ്രതിസന്ധി വന്നു, ജീവിതത്തിൽ തിന്മ കീഴടക്കുന്ന ഒരു സാഹചര്യം വന്നു, അവിടെ നിങ്ങൾ വചനം ഉപയോഗിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തിന്മയിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കും. അപ്പൊ തിന്മയുടെ ശക്തികൾ എങ്ങനെയാണ് തിന്മയുടെ ശക്തികളെ ബന്ധിക്കുന്നത്? വചനത്തിലൂടെയാണ് ബന്ധിക്കുന്നത്. തിന്മയുടെ ശക്തികളെ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നത് ദൈവവചനത്തിലൂടെയാണ്. അപ്പൊ ആരുടെ എല്ലാം ജീവിതത്തിൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ വചനം അവർക്ക് പ്രാധാന്യം കൊടുക്കും. കാരണം എന്താണ്? വചനം ആരാണ്? വചനം യേശു ക്രിസ്തു തന്നെയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ബൈബിൾ എവിടെ ഇരിക്കുന്നത്? കൃത്യമായ ഒരു പൊസിഷൻ ഉണ്ടോ? അവിടെയാണോ ബൈബിൾ ഇരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഈ ബൈബിൾ എടുത്ത് നമ്മൾ വായിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇത് കുറേ സാധനങ്ങൾ അടുക്കി വെച്ച് ചെയ്യുന്ന ഒരു കാര്യമാണോ ബൈബിള്? കാരണം ബൈബിള് നമ്മളൊരു ബഹുമാനം നമ്മൾ കൊടുക്കണം. കാരണം ഇത് ദൈവവചനമാണ്. അതുപോലെ തന്നെ ബൈബിള് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ, നിങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് പോരുകയാണ്, വചനം എടുത്തിട്ട് വരിക. വചനം എടുത്തിട്ട് വരുന്ന വലിയൊരു അഭിഷേകം, നമുക്ക് വചനത്തിൻ്റെ അഭിഷേകം കിട്ടും. അതിനെ എല്ലാം കണ്ടുപിടിക്കേണ്ടത് ഈ പെന്തക്കോസ്തുകാരാണ്, അല്ലേ? അവരൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് വചനം എടുക്കുന്നത് എന്താണ്? നാണക്കേടാണ്. വചനം എടുക്കുന്നത് നാണക്കേടാണ്. ഈ വചനം കയ്യിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നത് എന്തോ നാണക്കേട് കൂടെയാണ്. പക്ഷെ അവരെയൊന്നും നിങ്ങൾ നോക്കിയേ, അവർ യാതൊരു മടിയും കൂടാതെ ഏതൊരു കവലയിലും ചെന്ന് വചനം പറയും, വചനം പ്രഘോഷിക്കും. മാത്രമല്ല അവർ ഞായറാഴ്ച പള്ളിയിൽ പോകും. അവരുടെ കയ്യിലുണ്ടാവുമോ? കണ്ടുപിടിക്കുക. യഥാർത്ഥ സഭയുടെ ഭാഗമാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നു. പക്ഷെ ഇത് കയ്യിൽ നമ്മൾ എടുക്കൂല. ജീവൻ പോയാലും ഇത് കയ്യിലെടുക്കുകയല്ല, ബാക്കിയെല്ലാം എടുക്കും, അല്ലേ? എങ്ങനെയാണ് ഞായറാഴ്ച ഇറച്ചിയൊക്കെ മേടിച്ചിട്ട് പോകണ്ടേ, അല്ലേ? ഇപ്പോൾ ഒരു കൈകളിൽ ബൈബിൾ പിടിച്ച് എങ്ങനെയാണ് ശരിയാവുന്നത് എന്നൊരു ഓർമ്മയാണ്. ദൈവവചനം നമുക്ക് വലിയൊരു സംരക്ഷണം നൽകും. ഞാൻ എവിടെ പോയാലും സാധാരണ ഒരു ബാഗിൽ ഈ ബൈബിൾ ഉണ്ടാവും. എവിടെ പോയാലും ഈ ബൈബിൾ എടുത്ത് ഞാൻ കയ്യിലുണ്ടാവണമെന്നില്ല, പക്ഷേ എൻ്റെ കാറിൽ ഈ വചനം ഉണ്ടാവും. എവിടെ പോയാലും ബാഗിലുണ്ടാവും. എന്തുകൊണ്ടാണ്? വചനത്തിൻ്റെ ഒരു സംരക്ഷണം. അതുകൊണ്ട് പല സമയങ്ങളിലും പല അപകടങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ദൈവവചനം കൂടെ ഉള്ളത് കൊണ്ട് ഈ പല അപകടങ്ങൾ എനിക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ട്. പല സ്ഥലങ്ങളിലും പല അപകടങ്ങളിലും ഉണ്ടായിട്ടും വചനം എന്നെ രക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ട് വചനമാണ് എന്നെ രക്ഷിച്ചതെന്ന്. പല സാഹചര്യങ്ങളിൽ ജീവൻ പോലും പോകാവുന്ന സാഹചര്യം ജീവിതത്തിൽ വന്നിട്ട് പോലും ഈ ദൈവവചനമാണ് താങ്ങി നിർത്തിയത്. അപ്പം അതുകൊണ്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. വചനം എവിടെ പോകുമ്പോഴും നിങ്ങൾ കയ്യിലെടുക്കണം. നിങ്ങളുടെ വണ്ടിയിലോ എവിടെയെങ്കിലുമൊക്കെ ദൈവവചനം ഉണ്ടാകണം. ഈ വചനം കൂടെ എടുക്കണം. വചനം തുറക്കണം, എടുക്കണം. എവിടെയെല്ലാം വചനം പ്രഘോഷിക്കപ്പെടുന്നവോ അവിടെയെല്ലാം നിങ്ങൾ വചനം എടുക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം നമുക്ക് വലിയൊരു സംരക്ഷണം നൽകും. ആഴമേറിയ സംരക്ഷണം ദൈവവചനത്തിന് നമുക്ക് തരാനായിട്ട് സാധിക്കും. അടുത്തതായി സഭയുടെ കൂദാശ അനുകരണങ്ങൾ ഉപയോഗിക്കുക. ഒന്നാമതായി കുരിശടയാളം വരയ്ക്കുക. കുരിശടയാളത്താൽ നമ്മളെ തന്നെ നമ്മൾ മുദ്രിതരാക്കണം. ജെറുസലേമിലെ വിശുദ്ധ സിറിൽ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ കുരിശിനെ കുറിച്ച് ഒരിക്കലും ലജ്ജിക്കരുത്. ധൈര്യത്തോടെ കുരിശടയാളം വരയ്ക്കുക. അത് ദൈവം സൗജന്യമായി നൽകിയ മഹത്തായ സംരക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുരിശടയാളം വരയ്ക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്.
എവിടെ പോയാലും നിങ്ങൾ കുരിശടയാളം വരയ്ക്കണം. നമ്മൾ എഴുന്നേൽക്കുകയാണ് രാവിലെ, കുരിശടയാളം വരച്ച് നമ്മൾ എഴുന്നേൽക്കണം. ഭക്ഷണം കഴിക്കുകയാണ്, 1 മിനിറ്റ് കുരിശടയാളം വരച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കണം. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുകയാണ്, നമ്മൾ ട്രാവൽ ചെയ്യുകയാണ്, ഇവിടെ പോയാൽ കുരിശിൻ്റെ അടയാളം സംരക്ഷണം നൽകും. പണ്ടൊക്കെ അമ്മമാർ, ഇപ്പം ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല, നമ്മുടെ കട്ടിലിൻ്റെ 4 മൂലയ്ക്കും കുരിശൊക്കെ ഇട്ട് അങ്ങനെ കിടക്കാൻ മക്കളെ പഠിപ്പിക്കുമായിരുന്നു. അപ്പം അമ്മമാരുടെയും വല്യമ്മമാരുടെയും ഒരു ഉത്തരവാദിത്വം തന്നെയാണ് മക്കളെ അങ്ങനെ പഠിപ്പിക്കേണ്ടത്. അവരത് വലുതാവുമ്പോഴും അവർ ചെയ്യും. ഇപ്പോഴും അതുകൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. കുരിശടയാളം മക്കളെ വരച്ചു കൊടുത്ത് നിങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ വിദ്യാലയങ്ങളിലേക്കും കോളേജുകളിലേക്കൊക്കെ പറഞ്ഞു വിടുക. കാരണം തിന്മയിൽ നിന്ന് വലിയൊരു സംരക്ഷണം ഈ ഒരു കുരിശടയാളം നൽകും. കുരിശടയാളം നമ്മുടെ ജീവിതത്തിന് വലിയൊരു ശക്തിയാണ്. കാരണം എന്താ, വിശുദ്ധ കുരിശിലൂടെയാണ് ദൈവം നമുക്ക് രക്ഷ നൽകിയത്. അപ്പോൾ അതുകൊണ്ട് കുരിശിന് അതിൽ തന്നെയല്ല ശക്തി, പക്ഷേ കുരിശടയാളത്തിലൂടെയാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത്. കുരിശിലൂടെയാണ് വീണ്ടെടുക്കപ്പെട്ടത്. കുരിശ്, ഈശോ കുരിശിൽ മരിച്ചപ്പോഴാണ് കുരിശ് രക്ഷയുടെയും വിമോചനത്തിൻ്റെയും അടയാളമായി മാറി. വിശുദ്ധ ജലം തളിച്ച് നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ വിശുദ്ധ ജലം ഇടയ്ക്കിടയ്ക്ക് തളിക്കുക, അതൊരു സംരക്ഷണമാണ്. എസെക്കിയേലിന്റെ പുസ്തകം 36-ാം അധ്യായം 25-ാം വാക്യം, എസെക്കിയേൽ 36:25, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങളെ ശുദ്ധീകരിക്കും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. വചനം പറയുകയാണ്, എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ വിശുദ്ധീകരിക്കും. എങ്ങനെ? നിങ്ങളെ വിശുദ്ധ ജലത്താൽ വിശുദ്ധീകരിക്കും. അപ്പം അതുകൊണ്ട് തിന്മയുടെ സാന്നിധ്യമുള്ള ഇടങ്ങളിലും സ്ഥലങ്ങളിലുമെല്ലാം ഈ വിശുദ്ധ ജലം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിന്മ അവിടെ വിട്ടുപോകും. ആ മേഖലകളിൽ തിന്മയ്ക്ക് പിന്നെ നിവസിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ വിശ്വാസത്തോടെ നമ്മൾ വിശുദ്ധ ജലം ഉപയോഗിക്കണം. അപ്പം വിശുദ്ധ ആവിലായിലെ അമ്മ ത്രേസ്യ പറയുകയാണ്, വിശുദ്ധ ജലം പോലെ പിശാചിനെ ഓടിക്കുന്ന മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. വളരെ മിസ്റ്റിക്കായ ഒരു സന്യാസിനിയുടെ അനുഭവമാണ്. വിശുദ്ധ ജലത്താൽ പൈശാചിക ശക്തികൾ ആ മേഖലയിൽ നിന്ന് ഓടിപ്പോകും. പ്രത്യേകിച്ച് ഡെലിവറൻസ് നടത്തുന്ന സമയത്ത് വിശുദ്ധ ജലം തളിക്കുമ്പോൾ പറയുന്ന വ്യക്തികൾ പൊളയുകയാണ്. വിശുദ്ധ ജലം കുടിക്കാൻ കൊടുക്കുമ്പോൾ വ്യക്തികൾ പൊളയുകയാണ്. അതുപോലെ തളിക്കുന്ന സമയത്ത് അച്ഛൻ പല എത്രയോ ഏറെ പ്രാവശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ആ വ്യക്തി സഹിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അവർക്ക് പിന്നീട് ചോദിക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. അതായത് നമ്മൾ ആസിഡ് മേത്ത് ഒഴിച്ചാൽ എങ്ങനെയുണ്ട് അതുപോലെയുള്ള ചൂടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ കുടിക്കാൻ കൊടുക്കുമ്പോൾ തിന്മയുടെ ശക്തികളെല്ലാം വ്യക്തികളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ ജലത്തിന് വലിയൊരു പവറുണ്ട്, വലിയൊരു ശക്തിയുണ്ട്. നമ്മൾ ഉപയോഗിക്കണം, നമ്മളത് കുടിക്കണം, അതുപോലെ നമ്മളത് തളിക്കണം, നമ്മൾ ഉപയോഗിക്കണം. അത് പള്ളിയിൽ ഇങ്ങനെ ബക്കറ്റിൽ നിറച്ച് വെക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അത് കൂട്ടി വെക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ ജീവിതത്തിൽ. അല്ലെങ്കിൽ എങ്ങനെയാണ്, ചില ആളുകൾ ഇത് കൊണ്ടുപോയി വിശുദ്ധ ജലമാണ് അതുപോലെ തന്നെ വെക്കും, അടുത്ത വർഷം അത് കളഞ്ഞിട്ട് കുപ്പിയിൽ പിന്നെ നിറയ്ക്കും, ഉപയോഗിക്കൂല. കാരണം അത് കാണാൻ വെച്ചേക്കുന്ന ഒരു വസ്തു പോലെയാണ്, അല്ലേ, അതിൻ്റെ അടുത്ത് ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്ന പോലെയാണ്. അങ്ങനെ ആകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ തിന്മയുടെ ശക്തികളെ ബന്ധിക്കാനും ബഹിഷ്കരിക്കുവാനും വിശുദ്ധ ജലത്തിന് വലിയൊരു പവറുണ്ട്. അപ്പം നിങ്ങളുടെ റൂമുകൾ, ഭവനങ്ങൾ, ചുറ്റും ഒക്കെ നിങ്ങൾ വിശുദ്ധ ജലം അച്ഛൻ വന്ന് തളിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ഉപയോഗിക്കാം. നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയല്ലേ സഭ നമുക്കത് നൽകുന്നത്. അതുപോലെ ക്രൂസിഫിക്സ്, ക്രൂശിത രൂപം നമ്മൾ ഉപയോഗിക്കണം. ക്രൂശിത രൂപം നമ്മൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ക്രൂശിത രൂപം അത് തിന്മ വെറുക്കുന്ന ഒരു കാര്യമാണ്. 1 കൊരിന്തോസ് 1:18, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കും അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. അപ്പോൾ ക്രൂശിത രൂപം നമ്മൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശ് ഭോഷത്വമാണ്. ഈ കുരിശിനൊരു വിലയേയില്ല. ഇപ്പം ദൈവിക കാര്യങ്ങളെ പറ്റി അറിയാത്ത വ്യക്തികൾക്ക് ഇതിനൊരു വിലയേയില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതിന് വിലയുണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മളിത് ഉപയോഗിക്കുമ്പോഴാണ്. ക്രൂശിത രൂപം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിന്മയുടെ ശക്തികൾ ഓടി മാറുന്നതായിട്ട് നമുക്ക് കാണുന്ന. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കുരിശ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈ ബെനഡിക്റ്റിൻ ക്രോസൊക്കെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് തിന്മയുടെ ശക്തികൾ വളരെ പരിഭ്രാന്തരായി മാറുന്നത് പല സമയങ്ങളിലും അച്ഛൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? തിന്മ കുരിശിനെ വെറുക്കുകയാണ്. കാരണം എന്താ? കുരിശിലൂടെ നമുക്ക് രക്ഷ കിട്ടി. കുരിശ് തിന്മയ്ക്ക് ഭയമാണ്. തിന്മയ്ക്കെതിരെ ശക്തമായുള്ളൊരു പ്രാർത്ഥനയാണ് ജപമാല. അപ്പൊ ജപമാലയിലുള്ള ആഴമേറിയ വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ജപമാലയുടെ ശക്തി ക്രിസ്തുവിൽ നിന്നാണ് ജപമാലയ്ക്ക് ശക്തി വരുന്നത്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന തന്നെ തിന്മയുടെ ശക്തികളെ അസഹ്യപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തിന്മയുടെ ശക്തികളെ അസഹ്യപ്പെടുത്തുന്ന സാന്നിധ്യമാണ്. അച്ഛൻ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. ഞാനത് പല തിന്മ ആവസിച്ചിരിക്കുന്ന പല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ബോധപൂർവം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ
ഒന്നെങ്കിൽ തിന്മയുടെ ശക്തികൾ അലറി വിളിക്കും, അല്ലെങ്കിൽ അത് പരിശുദ്ധ അമ്മയ്ക്കെതിരെ മോശമായ വാക്കുകൾ സംസാരിക്കും. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കും. എല്ലാ ഭവനങ്ങളിലും എല്ലാ ദിവസവും ജപമാല ചൊല്ലണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ജപമാല ചൊല്ലി നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. തിന്മയുടെ സ്വാധീനം ഉള്ള വ്യക്തികൾക്ക് ജപമാല ചൊല്ലാൻ പറ്റുകയില്ല. അവരുടെ ജീവിതത്തിൽ നന്മ നിറഞ്ഞ മറിയമേ എന്നൊരു പ്രാർത്ഥന ചൊല്ലാൻ പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ജപമാല ചൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം തിന്മയുടെ സ്വാധീനം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. വലതുപുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുപുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കരം പറഞ്ഞേ ഹല്ലേലൂയ.